നമസ്കാരം. ബോബി ചെമ്മണ്ണൂർ കേസിൽ അസാധാരണ ഇടപെടലുമായി ഹൈക്കോടതി എത്തിയിരിക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതോടൊപ്പം തന്നെ ഒരു മാപ്പ് നാടകം കൂടി നടത്തിയിരിക്കുകയാണ് ബോച്ചെ എന്നെല്ലാവരും വിളിക്കുന്ന ബോബി ചെമ്മണ്ണൂർ എന്ന ബിസിനസ്സുകാരൻ. ഞാനൊന്നും പറഞ്ഞിട്ടില്ല എന്നും ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നും ഇന്നലെ ജയിലിന്റെ മുമ്പിൽ നടന്ന ഷോയടക്കം ഒന്നും തനിക്കറിയില്ല എന്നുമുള്ള വെളിപ്പെടുത്തലാണ് ഇപ്പോൾ കോടതിയിലെത്തി പാടെ മറന്നുകൊണ്ട് ഇപ്പോൾ ബോച്ചെ പറഞ്ഞിരിക്കുന്നത്. തീർപ്പാക്കിയ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട ഹർജി ഇന്ന് വീണ്ടും സ്വമേധയാ പരിഗണിക്കും. ജസ്റ്റിസ് പി.വി. കുഞ്ഞികൃഷ്ണന്റേതാണ് ഈ നടപടി. ബോബിക്ക് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് രാമൻ പിള്ളയടക്കം കോടതിയിൽ രാവിലെ ഹാജരാകാൻ ജസ്റ്റിസ് നിർദ്ദേശിച്ചിരുന്നു. രാവിലെ എത്തിയത് രാമൻ പിള്ളയുടെ മാപ്പ് നാടകമായിരുന്നു. ആദ്യം തന്നെ കോടതിയോട് മാപ്പ് പറഞ്ഞായിരുന്നു രാമൻപിള്ള തുടങ്ങിയത്. എന്റെ കക്ഷിക്ക് നിങ്ങൾ ജാമ്യം അനുവദിച്ചു, പക്ഷെ എന്റെ കക്ഷി ചെയ്തത്ര നല്ല കാര്യമല്ല എന്നത് ഉള്ളടക്കമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെ രാമൻപിള്ള രാവിലെ എത്തി കോടതിയിൽ മാപ്പർപ്പിച്ചത് കൊണ്ട് തന്നെ പിന്നാലെ ബോച്ചയ്ക്കും അത് ചെയ്തേ തീരൂ. നടി ഹണി റോസിന്റെ പരാതിയിൽ ബോബി ചെമ്മണ്ണൂരിന് ഹൈക്കോടതി ജാമ്യം ലഭിച്ചതിന് പിന്നാലെ ജയിലിൽ നാടകീയ രംഗങ്ങളായിരുന്നു അരങ്ങേറിയത്. ബോണ്ട് ഒപ്പിടാൻ വിസമ്മതിച്ച ബോബി ചെമ്മണ്ണൂർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങേണ്ട എന്ന് തീരുമാനിച്ച് അഭിഭാഷകർ അറിയിച്ചു. ഈ ഒരു സാഹചര്യം വലിയ രീതിയിൽ തന്നെ കോടതിക്ക് അതൃപ്തി ഇടയാക്കി. അതുകൊണ്ട് തന്നെ ഒരു പ്രതി എന്ന നിലയിൽ അദ്ദേഹം ചെയ്തത് കുറ്റമാണെന്നിരിക്കെ അദ്ദേഹത്തെ ശിക്ഷിക്കാൻ വകുപ്പില്ലാത്തത് കൊണ്ട് മാത്രം അദ്ദേഹത്തിന് വിട്ടയക്കുകയാണ്. ഉപാധികളോടെ വിട്ടയക്കുക എന്ന് പറയുമ്പോൾ കോടതി അതിന്റെ ദയ കണ്ട് വിട്ടയക്കുന്നു എന്നാണ് അർത്ഥം. എന്നിട്ടും അതിന്റെ മുമ്പിൽ കടന്ന് ഇത്തരത്തിൽ ഷോ ഇറക്കിയ ബോബി ചെമ്മണ്ണൂരിന് കൃത്യമായ പണി തന്നെയാണ് കോടതി നൽകിയിരിക്കുന്നത്. സാങ്കേതിക കാരണങ്ങളാൽ തന്നെ ജാമ്യം കിട്ടാതെ കഴിയുന്ന തടവുകാർക്ക് വേണ്ടി പ്രവർത്തിക്കുകയെന്നും അവർ ജാമ്യത്തിന് അവസരമൊരുക്കിയ ശേഷമേ താൻ പുറത്തിറങ്ങുമെന്നും ബോബി ചെമ്മണ്ണൂർ പറഞ്ഞിരുന്നു. ബോബിയെ സ്വീകരിക്കാൻ ജയിലിന് പുറത്തെത്തിയവർ കോടതിക്കെതിരെ ചില പരാമർശങ്ങൾ അടക്കം നടത്തിയിട്ടുണ്ടായിരുന്നു. ബോബി ചെമ്മണ്ണൂരിന് തന്നെ ജാമ്യം അനുവദിച്ച വിധിയിൽ തന്നെ രൂക്ഷ പരാമർശമാണ് ഹൈക്കോടതി നടത്തിയത്. ബോബി ചെമ്മണ്ണൂരിനെതിരെ പ്രഥമ ദൃഷ്ട്യാ കുറ്റം നിലനിൽക്കുമെന്നതായിരുന്നു ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവിൽ കോടതി വ്യക്തമാക്കിയ പ്രധാനപ്പെട്ട കാര്യം. ഉപാധികളോടെയാണ് കഴിഞ്ഞ ദിവസം ബോബി ചെമ്മണ്ണൂരിന് ഹൈക്കോടതി ജാമ്യം നൽകിയത്. അതുപോലെ തന്നെ 50,000 രൂപയുടെ 2 ആൾജാമ്യം നൽകണമെന്നും ആവശ്യപ്പെട്ടു. ഇങ്ങനെ ആവശ്യപ്പെടുമ്പോൾ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണമെന്നും സമാന സംഭവമുള്ള കുറ്റകൃത്യങ്ങൾ ഏർപ്പെടരുതെന്നും കോടതി പറഞ്ഞിട്ടുണ്ട്. സാക്ഷികളെ സ്വാധീനിക്കരുതെന്നും കോടതി പറഞ്ഞിട്ടുണ്ട്. ജാമ്യ വ്യവസ്ഥകൾ ലംഘിച്ചാൽ ജാമ്യം റദ്ദാക്കാൻ പോലീസിന് കോടതിയെ സമീപിക്കാമെന്ന് തുടങ്ങിയ ഉപാധികളോടെയാണ് ബോബി ചെമ്മണ്ണൂരിന് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത്. നടി ഹണി റോസിനെതിരെ ലൈംഗികമായ അധിക്ഷേപം നടത്തിയെന്നും കേസിൽ റിമാൻഡിൽ കഴിയുന്ന വ്യവസായി ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം നൽകാമെന്ന് കോടതി ഉത്തരവ് നൽകി. ഉത്തരവ് 3:30 പുറപ്പെടുവിക്കുമെന്ന് തന്നെയാണ് പറഞ്ഞത്. ഹൈക്കോടതിയാണ് ബോബിക്ക് ജാമ്യം അനുവദിക്കുന്നത്. ജസ്റ്റിസ് പി.വി. കുഞ്ഞികൃഷ്ണന്റെ ബെഞ്ചാണ് ബോബിയുടെ ജാമ്യ ഹർജി പരിഗണിച്ചിരിക്കുന്നത്. ബോബിക്കായി മുതിർന്ന അഭിഭാഷകൻ ബി രാമൻപിള്ള ഹാജരായിട്ടുണ്ടായിരുന്നു. ബോബിയുടെ ജാമ്യ ഹർജിയെ സർക്കാർ ശക്തമായ കോടതിയിൽ എതിർത്തു. അതേസമയം തന്നെ നടി ഹണി റോസ് നൽകിയ പരാതിയിൽ മുൻകൂർ ജാമ്യം തേടിയ രാഹുൽ ഈശ്വറിന് തിരിച്ചടി ലഭിച്ചിരുന്നു. ഇന്നലെ അറസ്റ്റ് തടയണമെന്ന രാഹുൽ ഈശ്വറിന്റെ ആവശ്യം ഹൈക്കോടതി ഇന്നലെ തന്നെ അംഗീകരിക്കാതെ പോവുകയായിരുന്നു. മുൻകൂർ ജാമ്യാപേക്ഷയിൽ പോലീസിന്റെ നിലപാട് അറിയിക്കാനും കോടതി ആവശ്യപ്പെട്ടു. രാഹുൽ ഈശ്വർ ഓൺലൈനായി സമർപ്പിച്ച ഹർജി ഫയലിൽ സ്വീകരിച്ച കോടതി ഈ മാസം 27-ന് പരിഗണിക്കുന്നതായി തന്നെ മാറ്റിവെക്കുകയായിരുന്നു. വേട്ടക്കാരനോടൊപ്പം തന്നെ ഇരയും കുറ്റക്കാരിയാക്കണമെന്ന് ആരോപിച്ചുകൊണ്ട് നിർദ്ദേശം ചിലർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അത്തരത്തിൽ ഒരുപാട് പേർ തന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുമുണ്ട്. ബോബി ചെമ്മണ്ണൂർ ഹണി റോസ് വിഷയത്തിൽ നിരവധി പേരുടെ പ്രതികരണം ഇപ്പോൾ പുറത്തു വന്നിട്ടുമുണ്ട്. അധിക്ഷേപവും അതിര് കടന്ന് പലതവണ മുന്നറിയിപ്പ് നൽകിയതാണ്. എന്നാൽ പണത്തിന്റെ ഹുങ്കിൽ വെല്ലുവിളിയോടെ ഇയാൾ നടത്തുന്ന തള്ളിക്കയറ്റമാണ് പലപ്പോഴും ഉണ്ടായതെന്ന് പലരും കൂട്ടിച്ചേർത്തു. സങ്കടകരമായി ഹണി റോസിന്റെ പോസ്റ്റ് കണ്ടപ്പോഴെങ്കിലും തന്നെ അവരോട് ക്ഷമ പറയണമെന്ന് ഞങ്ങൾ ഓരോ ആണുങ്ങൾക്കും തോന്നിയിട്ടുണ്ട്. ദ്വയാർത്ഥപരമായി സുഹൃത്തുക്കളോട് സംസാരിക്കുന്നത് പോലെ ഒരു സ്ത്രീയുടെ മുഖത്ത് നോക്കി സംസാരിക്കുന്നത് എത്രമാത്രം മാനക്കേടുണ്ടാക്കുന്നതാണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് കൂട്ടിച്ചേർത്തു. തന്റെ കയ്യിലുള്ള കോടികൾ സ്വാധീനവും തന്റെ അഹങ്കാരവും അകമ്പടികളും ഓർത്ത് ബോച്ചെ ഇപ്പോൾ അഹങ്കരിക്കുന്നത് അത്ര നല്ലതല്ല എന്നും അധികം കാലം ഉണ്ടാകില്ല എന്നുമാണ് പലരും എടുത്തു പറയുന്ന ഒരു കാര്യം.